GS ശ്രീകുമാർ, മെഡിക്കൽ കോളേജ് മുൻ കൗൺസിലറാണ്. അദ്ദേഹം ടെലിഫോൺ ലൈൻ ചെയ്യുന്നത്. ശ്രീകുമാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നൊരു വാർത്ത ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അവിടുത്തെ തന്നെ ഒരു അനസ്തേഷ്യ ടെക്നീഷ്യന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് മെഡിക്കൽ കോളേജ് പോലൊരു സ്ഥലം, നിരവധിയായിട്ടുള്ള രോഗികൾ ഓരോ നിമിഷവും അവിടേക്ക് എത്തുന്നത് നമുക്കറിയുന്നതാണ്. അത്തരത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പൊട്ടിത്തെറിയൊക്കെ സംഭവിക്കുമ്പോൾ അത് വലിയൊരു ദുരന്തത്തിനുള്ളൊരു വഴി തന്നെയല്ലേ? തീർച്ചയായും ഞാനിത് അറിഞ്ഞപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചു. ഇത് ഇന്നലെ നടന്ന ഒരു സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇത് ക്ലോസ് ചെയ്യേണ്ട സ്ഥലത്ത് അറിയാതെ ഈ കുട്ടി ഇത് ഓപ്പൺ ചെയ്ത് ഈ ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇത് പൊട്ടിത്തെറിക്കുകയും അപ്പോൾ തന്നെ അത്യാവശ്യം ചികിത്സയൊക്കെ നടത്തി താമസിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ഇന്ന് രാവിലെ ഫിക്സ് വന്നിട്ടാണ് വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുവന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഒരു പറ്റിയ ഒരു തെറ്റായിട്ട് പറയാൻ കഴിയില്ല. അബദ്ധവശാൽ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും അത്തരം കാര്യങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് SATയിൽ ഇതുപോലെ ഗ്യാസ് സിലിണ്ടറിന്റെ ഒരു ഓപ്പൺ ചെയ്തപ്പോൾ നേഴ്സിന് ഗുരുതരമായ പരിക്കേറ്റ സംഭവം ഉണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി നിരീക്ഷിക്കുന്നതിനും ഈ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിനും നോക്കണം എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്. സംഭവിച്ചിട്ടുണ്ടാകാനാണ് സാധ്യതയുള്ളത്. അതായത് ഇതിന്റെ കൃത്യമായ രീതിയിലുള്ളൊരു നിരീക്ഷണമൊക്കെ അവിടെ ഉണ്ടായിട്ടില്ലേ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അതാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി അത് ക്ലോസ് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ ഇത് ഓപ്പൺ ചെയ്യുന്നതിലേക്ക് മാറിപ്പോയി. ക്ലോസ് ചെയ്യേണ്ടടുത്ത് ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് പെട്ടെന്ന് അത് അപകടം സംഭവിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് മനഃപൂർവ്വമായോ ആരുടെയെങ്കിലും കുറ്റമായോ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും നിരീക്ഷിക്കാനുമുള്ള ആൾക്കാർ അവിടെ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം അതിനകത്തുണ്ട്. കാര്യം ഇത്രയും അപകട സാധ്യതയൊക്കെ ഉള്ള ഈ സംഭവങ്ങൾ കൃത്യമായി ഉപയോഗിക്കുമ്പോൾ അവരുടെ തെറ്റുകുറ്റങ്ങൾ പറ്റാതെ പരിശോധിക്കുവാനും അത് നിയന്ത്രിക്കുവാനും ഒക്കെ ആൾക്കാർ ഇത് വേണ്ട എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ചോദ്യം ഉയരുന്നത്. ഈ വിഷയത്തിൽ ഇപ്പം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വിശദീകരണം വരേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ടെക്നീഷ്യനാണ്, അവിടുത്തെ തന്നെ ജീവനക്കാരനാണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ പോലും എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇനി മെഡിക്കൽ കോളേജ് തന്നെയല്ലേ വിശദീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഇത് തിയേറ്ററിനകത്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റ് അപകടങ്ങൾ ഉണ്ടായത്. തിയേറ്ററിനകത്ത് ഒട്ടേറെ പേരും രോഗികളുള്ളവരും ബന്ധുക്കളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയും വേണം. ഇത് ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നുള്ളതും അടിയന്തരമായി ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ദൗർഭാഗ്യവശാൽ എല്ലാ അപകടങ്ങളും സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് അതിന്റെ പിന്നാലെ പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും തിരുവനന്തപുരത്ത് SATയിൽ ഗ്യാസ് സിലിണ്ടർ മുമ്പ് ഉണ്ടായ അപകടമായാലും ഏത് അപകടമായാലും നമ്മൾ ഇത് സംഭവിച്ചതിന് ശേഷം ദുരന്തം അനുഭവിച്ചതിന് ശേഷം അതിന്റെ പിറകെ പോകുന്നതിനേക്കാൾ നല്ലത് അത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്നത്. വളരെ നന്ദി ശ്രീകുമാർ പ്രതികരിച്ചതിന്. എന്തായാലും ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.